നവംബർ 5 ബഹ്റൻ വാർത്തയുടെ നൈറ്റ് അപ്ഡേറ്റ്സ് ലൈവ്. ഒരുപാട് പേർ ചോദിച്ച ഒരു ചോദ്യത്തിൽ നിന്ന് ആരംഭിക്കാം. ഫ്ലൈ ദുബായ് വിമാനത്തിൽ നാട്ടിൽ നിന്ന് ബഹ്റിനിലേക്ക് വരുന്നവർ ദുബായിൽ ഇറങ്ങിയിട്ട് അടുത്ത ഫ്ലൈറ്റിൽ കയറിയിട്ട് ആണല്ലോ ബഹ്റിനിലെത്തുക. എമിറേറ്റ്സ് എയർലൈൻസിൽ വരുന്നത് പോലെ വിസിറ്റ് വിസ ദുബായിൽ നിന്ന് എടുക്കേണ്ടതുണ്ടോ? ഒത്തിരി പേർ സംശയമായി ചോദിച്ചു. സ്വാഭാവികമായും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ ഫ്ലൈറ്റിന്റെ കാര്യം ഇന്നിപ്പോൾ ആരംഭിക്കുന്നതല്ലേ ഉള്ളൂ. പക്ഷെ ഇതുവരെ കൊടുത്ത ടിക്കറ്റുകൾക്ക് അങ്ങനെ ഒരു നിർബന്ധം പറഞ്ഞിട്ടില്ല. എങ്കിലും ബഹ്റിനിലെ നമ്മുടെ പ്രേക്ഷകർ അറിയാൻ വേണ്ടി, ബഹ്റിനിലേക്ക് വരാനിരിക്കുന്ന നാട്ടിലെ പ്രേക്ഷകർ അറിയാൻ വേണ്ടി ഒരു പൊതു നിയമം സൂചിപ്പിക്കാം. ഇപ്പോൾ നടക്കുന്ന ഫ്ലൈറ്റുകളെല്ലാം ഷെഡ്യൂൾഡ് ഫ്ലൈറ്റുകൾക്കപ്പുറമുള്ള, ഷെഡ്യൂൾഡ് ഫ്ലൈറ്റുകൾ അല്ലാതെയുള്ള റിപ്പാട്രിയേഷൻ ഫ്ലൈറ്റുകൾ എന്നുള്ള കാറ്റഗറിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗൾഫിനും ഇന്ത്യക്കുമിടയിൽ പൊതുവെ നടക്കുന്നതൊക്കെ ഷെഡ്യൂൾഡ് ഫ്ലൈറ്റുകളല്ല. അത് ഒമാനിൽ നിന്നും ചില ഫ്ലൈറ്റുകൾ ഷെഡ്യൂൾഡ് ഫ്ലൈറ്റുകളായിട്ട് നാട്ടിലേക്ക് പോകുന്നുണ്ട് ഒക്ടോബർ 1 ശേഷം. പക്ഷെ ബഹ്റിനുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ അങ്ങനെയല്ല. മറിച്ച് ആളുകളെ അത്യാവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ വേണ്ടിയുള്ള സൗകര്യമൊരുക്കുന്ന റിപ്പാട്രിയേഷൻ ഫ്ലൈറ്റുകൾ എന്ന കാറ്റഗറിയിലാണ് ഈ ഫ്ലൈറ്റുകൾ വരുന്നത്. അങ്ങനെയാണെങ്കിൽ അന്താരാഷ്ട്ര നിയമം അനുസരിച്ചിട്ട് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത് എവിടെയാണോ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് അതുവരെയുള്ളത് ഒരു സെക്ടറായി കണക്ക് കൂട്ടുന്ന രീതിയാണ് റിപ്പാട്രിയേഷൻ ഫ്ലൈറ്റുകൾക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ നാട്ടിൽ കൊച്ചിയിൽ നിന്ന്, കോഴിക്കോട്ട് നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന്, കണ്ണൂരിൽ നിന്നൊക്കെ ഫ്ലൈറ്റ് ദുബായിലെത്തുമ്പോൾ അതൊരു സെക്ടർ മുഴുവനാക്കിയിരിക്കുന്നു. അടുത്ത സെക്ടറിലേക്ക്, ബഹ്റിനിലേക്ക് പോകേണ്ടി വരുമ്പോൾ ദുബായിൽ സ്വാഭാവികമായും ഇറങ്ങുന്ന യാത്രക്കാരനെ പോലെ കൺസിഡർ ചെയ്യണം എന്നതാണ് പൊതുവെയുള്ള റിപ്പാട്രിയേഷൻ ഫ്ലൈറ്റുകളുടെ നിയമം. അത് വച്ചിട്ടാകണം ഒരുപാട് ബഹ്റൈൻ പ്രവാസികൾ നാട്ടിൽ നിന്നും ബഹ്റിൽ നിന്നും ഞങ്ങളോടും ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വിസിറ്റ് വിസ വേണമോ? വേണമെന്ന് ചിലർ പറയുന്നു. എമിറേറ്റ്സ് എയർലൈൻസിൽ അങ്ങനെയാണ്, വിസ കൊടുക്കുന്നുണ്ട്, എടുക്കുന്നുണ്ട്, വരുന്നുണ്ട്. എന്നാൽ ആദ്യ ഫ്ലൈറ്റുകളിൽ ഫ്ലൈ ദുബായ് അങ്ങനെ പറഞ്ഞിട്ടില്ല. ടിക്കറ്റ് ബുക്ക് ചെയ്തവർ വരികയുമാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കി ഞങ്ങൾ ഫ്ലൈ ദുബായിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിൽ സംശയ നിവൃത്തി വരുത്താൻ വേണ്ടി ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടിയും ഇങ്ങനെയാണ്. അതുകൊണ്ട് നിയമപ്രകാരം വിസിറ്റ് വിസ വേണം. ഇനി നാട്ടിൽ നിന്ന് ഫ്ലൈ ദുബായ് ഓഫീസിൽ നിന്നോ ട്രാവൽ ഏജൻസിയിൽ നിന്നോ പറയുകയാണ്, നിങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് അരമണിക്കൂർ കൊണ്ട് 1 മണിക്കൂർ കൊണ്ട് അടുത്ത ഫ്ലൈറ്റ് കയറി പോവുകയാണല്ലോ, നിങ്ങൾ ഇമിഗ്രേഷന്റെ ഭാഗത്തേക്ക് പോകേണ്ട കാര്യം തന്നെ ഇല്ലല്ലോ, അതിനുവേണ്ടി ഞങ്ങൾ ട്രാൻസിറ്റ് വഴി കൊണ്ടുപോകാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതാണ് പ്രായോഗികതയുടെ അവസാന വാക്ക്. അവിടെ നിയമമല്ല, എന്താണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന കാര്യം, അതാണ് നിയമമായിട്ട് വരുന്നത്. അതിന്റെ തീരുമാനം ഒരു ദുബായ് വിമാന കമ്പനി എന്ന അർത്ഥത്തിൽ ഫ്ലൈ ദുബായ്ക്ക് ഒരുപക്ഷെ എടുക്കാൻ കഴിഞ്ഞേക്കും എന്നതുകൂടി അറിഞ്ഞിരിക്കുക. എങ്കിലും ഈ വിഷയം ചോദിച്ച് മനസ്സിലാക്കിയിരിക്കണം ടിക്കറ്റ് എടുക്കുമ്പോൾ എന്ന കാര്യം ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. കാരണം സിസ്റ്റത്തിൽ കാണുന്ന ടിക്കറ്റിൽ വിസയുടെ കാര്യം ഒരു സ്റ്റാർ ഇട്ടിട്ട് പോലും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നില്ല. അടുത്ത ദിവസങ്ങളിൽ അത് വരുമോ? ഓടി ഓടി തേഞ്ഞ് റെഡിയായി വരുമ്പോഴത്തേക്ക് ഒരുപക്ഷെ പരുവപ്പെട്ട് വരുമ്പോൾ പറയുമായിരിക്കും. ആദ്യം പറഞ്ഞിട്ടില്ല. ഇനി പറഞ്ഞാൽ തന്നെ 2-3 തരം വിസയുണ്ട്. 2 ദിവസത്തേക്ക് താമസിക്കാനോ 4 ദിവസത്തേക്ക് താമസിക്കാനോ ഉള്ള പ്രത്യേക ട്രാൻസിറ്റ് വിസയാണോ 96 മണിക്കൂർ വരെ താമസിക്കാൻ ചെറിയ കാശിന് കിട്ടാവുന്നത്? അതാണോ? അതല്ല 1 മാസത്തേക്ക് താമസിക്കാനുള്ള വിസിറ്റ് വിസയാണോ, ടൂറിസ്റ്റ് വിസയാണോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനാണെങ്കിൽ കാശ് ലേശം കൂടും. അത് ഏതാണെങ്കിൽ തന്നെയും ഇപ്പോൾ ഗൾഫ് എയറും എയർ ഇന്ത്യയും ഓടിക്കുന്ന ഫ്ലൈറ്റിൽ നേരിട്ട് വരുന്ന ചാർജിനേക്കാൾ വളരെ കുറവാണ്. നാട്ടിൽ നിന്ന് പുറപ്പെട്ട് ബഹ്റിനിലെത്തുന്നതിനിടയിൽ 14 മണിക്കൂർ 17 മണിക്കൂർ മൊത്തം കാണിച്ചിരിക്കുന്ന രീതിയിലാണ് സൈറ്റിൽ കഴിഞ്ഞ ദിവസം കണ്ടത്. അതുകൊണ്ടായിരിക്കണം ഒന്നിറങ്ങി പുറത്തിറങ്ങാനുള്ള സമയം പോലും ദുബായിലില്ല എന്ന് കരുതിയത് കൊണ്ടാകണം ആദ്യം ടിക്കറ്റ് എടുത്ത യാത്രക്കാരുടെ കാര്യത്തിൽ വിസയുടെ കാര്യം ചോദിക്കാതിരുന്നത് എന്ന് ഞങ്ങളും മനസ്സിലാക്കുന്നു. പക്ഷേ ആത്യന്തികമായി നിങ്ങൾക്ക് 1 ദിവസം ദുബായിൽ താമസിച്ച് 2 ദിവസം താമസിച്ച് സൗകര്യം പോലെ വേണ്ടപ്പെട്ടവരെയൊക്കെ കണ്ടിട്ട് ബഹ്റിനിലേക്ക് വരാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിർബന്ധമായും വിസ വേണം. അതിന് സൗകര്യമുണ്ട് എന്നറിഞ്ഞിരിക്കുക. നിയമം ഒരു വഴിക്കും പ്രായോഗികമായിട്ടുള്ള മാർഗങ്ങൾ ഒരുപക്ഷെ മറ്റൊരു വഴിക്കും സഞ്ചരിച്ചേക്കാം. നമുക്ക് ഏറ്റവും ആശ്വാസകരമായ കർശനമായിട്ടുള്ള കാര്യം ഏതെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഇന്നൊരു വലിയ സമ്മാനം ഒരുപക്ഷെ
ബഹ്റൻ വാർത്ത തുടങ്ങിയിട്ട് ഇതുവരെ നമ്മൾ ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലേറ്റവും വില പിടിച്ചത് എന്ന് പറയാവുന്ന ഒരു ഒറ്റ സമ്മാനം അങ്ങനെയുള്ള ഒന്ന് എന്ന് പറയാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഈ വാട്ടർ പ്യൂരിഫയർ മെഷീനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു. ഏത് പൈപ്പ് വെള്ളത്തിലും ഈ മെഷീൻ പിടിപ്പിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും ശുദ്ധമായ കുടിവെള്ളം കിട്ടും. ആൽക്കലൈൻ വാട്ടർ വളരെ വ്യക്തമായി കിട്ടും. അതാണ് പ്രതിരോധമടക്കമുള്ള ശരീരത്തിന്റെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ ദിവസം ഞങ്ങൾ സംസാരിച്ചു. ആ സ്ഥാപനത്തിന്റെ പേര്, കമ്പനിയുടെ പേര്, ബ്രാൻഡിന്റെ പേര് അബു നേമത്ത് വാട്ടർ ടെക്നോളജി എന്നാണ്. ആ ടെക്നോളജിയുടെ ഒരു വാട്ടർ പ്യൂരിഫയർ മെഷീൻ എന്ന് പറയുന്നത് 60 ബഹ്റൻ ദിനാറിന് വിൽക്കുന്നതാണ്. ഇനി ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ 50 ദിനാറിന് വരെ കൊടുക്കുന്ന, അങ്ങനെ കുറഞ്ഞു വരുന്ന ഹോൾസെയിൽ വിലയും ഉണ്ട്. അങ്ങനെയുള്ള 50 ദിനാറിന്റെ അല്ലെങ്കിൽ 55ന്റെ 60 ദിനാറിന്റെ ഒരു മെഷീൻ നിങ്ങൾക്ക് സമ്മാനമായി കിട്ടും. അതൊരു അസറ്റാണ്. ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഓഫീസിൽ ഒക്കെ നിർബന്ധമായിട്ടും വേണ്ട കാര്യമാണ്. അതിന്റെ ഇന്ന് ഗൾഫ് മേഖലയിലെ ഏറ്റവും മികച്ച രൂപത്തിൽ ഈ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ബഹ്റൻ കമ്പനിയായ അബു നേമത്ത് വാട്ടർ ടെക്നോളജി നിങ്ങൾക്ക് സമ്മാനമായി തരും. നിങ്ങൾ അബു നേമത്തിന്റെ ഈ വെബ്സൈറ്റ് ID ഉണ്ട്. നേമത്ത് നമ്മൾ പറയുമ്പോഴും നിമാത്ത് എന്നാണ് എഴുതുന്നത് ഇംഗ്ലീഷിൽ. അബു നിമാത്ത് ABUNIMAT nimat.com. ഈ വെബ്സൈറ്റ് ID നിങ്ങൾ എഴുതിയെടുക്കുക. നിങ്ങളുടെ പേര് വിട്ടു പോകരുത്. നിങ്ങളുടെ ഫോൺ നമ്പർ വേണമെങ്കിൽ എഴുതാം, കുഴപ്പമില്ല, ഞങ്ങൾ പിന്നെ കണ്ടുപിടിച്ചോളാം. നാളെ തന്നെ വിജയിയെ പ്രഖ്യാപിക്കും. ഈ ഒരു 50-55 ബഹ്റൻ ദിനാറിന്റെ വാട്ടർ പ്യൂരിഫയർ മെഷീൻ നിങ്ങളുടെ വീട്ടിലെത്തും. അത് റിഫൈലും മുഹറക്കിലും ഒക്കെ ആയിട്ട് 3 ഔട്ട്ലെറ്റുകളുണ്ട്. ബഹ്റനിൽ എവിടെയും പോയി സർവീസ് ചെയ്ത് കൊടുക്കുന്ന സ്ഥാപനമാണ്. ഈ നമ്പർ കൂടി എഴുതിയിട്ടുള്ളൂ, 33 16 55 14. ഈ നമ്പറിൽ വിളിച്ചാൽ എപ്പോഴും സേവനം കിട്ടും, വീട്ടിൽ ഡെലിവറി കിട്ടും. ഏതായാലും ഈ വെബ്സൈറ്റ് നിങ്ങളൊന്ന് പോയി നോക്കുകയും വേണം. abunimath.com എങ്ങനെ ഇരിക്കുന്നു, എന്തൊക്കെ സേവനങ്ങളുണ്ട്, എന്തൊക്കെ സാധനങ്ങളുണ്ട്. അതുപോലെ ഫിൽറ്ററൊക്കെ ഒരുപാടുണ്ട്, ഷവർ ഫിൽറ്ററൊക്കെ ഉണ്ട്. ഇതൊക്കെ ഓർഡർ ചെയ്താൽ എന്താണ് വില, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആ വെബ്സൈറ്റും കൂടി ഒന്ന് സന്ദർശിക്കണമെന്ന് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നു. ഒപ്പം ഇപ്പോഴത്തെ വെബ്സൈറ്റ് IDയും എഴുതി അയക്കൂ. ഒപ്പം നിങ്ങളുടെ പേരും എഴുതിയിരിക്കൂ. നാളെ ആർക്കാണ് ഈ വലിയ സമ്മാനം കിട്ടുന്നത് നമുക്കറിയാം. ഒരു മരണം 328 മൊത്തം മരണം ബഹ്റനിൽ. ഇപ്പോൾ 2367 ആളുകൾ ആക്റ്റീവായി കഴിയുന്നു. 18 പേർ ക്രിട്ടിക്കലാണ്. 17,91,000 പരം ടെസ്റ്റുകൾ നടന്നു. ഇന്നത്തെ രോഗബാധ കുറവാണ്, 261. 86 പ്രവാസികളെ ഉള്ളൂ. 249 പേർ രോഗമോചനം പ്രാപിച്ചു. അങ്ങനെ യഥാർത്ഥത്തിൽ ബഹ്റൈൻ രോഗബാധയുടെ കാര്യത്തിലും മരണത്തിന്റെ കാര്യത്തിലും താഴേക്കിറങ്ങി വരികയാണ്. ആശ്വാസം ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിലേക്ക് ബഹ്റൈൻ പ്രവേശിക്കുകയാണ്. അങ്ങനെ തന്നെ വരട്ടെ എന്നെല്ലാവരും പ്രാർത്ഥിക്കുകയാണ്, പരസ്പരം ആശംസിക്കുകയാണ്. എങ്കിലും നമ്മുടെ ഉത്തരവാദിത്വവും നമ്മുടെ പ്രതിബദ്ധതയും നമ്മൾ വിട്ടുകളിക്കരുത് എന്ന കാര്യം ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. UN-ന്റെ നവീകരിച്ച ഓഫീസ് ബഹ്റൈനിൽ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുള്ള അൽ സയാനി ഉദ്ഘാടനം ചെയ്തു. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, UN-ഉം ഐക്യരാഷ്ട്രസഭയും ബഹ്റൈൻ തമ്മിലുള്ള ബന്ധം വളരെ ദൃഢമാണ്. ഒരുപാട് പ്രാവശ്യം ബഹ്റൈന്റെ ഭരണാധികാരികൾക്ക് സംസാരിക്കാൻ പ്രത്യേക അവസരങ്ങൾ കിട്ടിയിട്ടുള്ളതാണ് UN എന്ന പ്രസ്ഥാനത്തിന്റെ വേദി എന്നതുകൂടി അറിഞ്ഞിരിക്കണം. എല്ലാ കണ്ണുകളും അമേരിക്കയിലേക്കാണ്. കണ്ണ് നട്ട് നമ്മൾ കണ്ണ് കഴിച്ചു എന്ന് പറയുന്ന പോലെ അസ്വസ്ഥത ഉണ്ടായിരിക്കുന്നു കണ്ണിൽ എന്ന രൂപത്തിലാണ് ഇപ്പോൾ കാര്യം പോകുന്നത്. ഒന്ന് വ്യക്തമാക്കി പറഞ്ഞാൽ, ഡെമോക്രാറ്റുകളുടെ നേതാവ് ജോ ബൈഡൻ 264 വോട്ട് കരസ്ഥമാക്കുമെന്ന ഘട്ടത്തിൽ ഇപ്പോൾ നിൽക്കുകയാണ്. 253 ആയിട്ടുള്ളൂ എന്ന് മറ്റൊരു റിപ്പോർട്ടും പറയുന്നു. CNN-ഉം BBC-യും ഒക്കെ 253 കണക്കാണ് പറയുന്നത്. പക്ഷെ മറ്റു പല മാധ്യമങ്ങൾ 264 എത്തും എന്ന് ഉറപ്പിച്ച് പറയുന്നു. ട്രംപ്, റിപ്പബ്ലിക്കൻ നേതാവ്, ഇപ്പോഴത്തെ പ്രസിഡന്റ്, 214 വോട്ടുകളെ നേടിയിട്ടുള്ളൂ, ഇലക്ട്രൽ വോട്ടുകളെ നേടിയിട്ടുള്ളൂ എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. 270 വേണം. ആകെ 538 ഇലക്ട്രൽ വോട്ടാണുള്ളത്. അതിൽ പകുതിയിൽ ഭൂരിപക്ഷം വരുമ്പോൾ 270 വേണം. പോപ്പുലർ വോട്ടുകളുടെ വിഷയമല്ല, പ്രശ്നം അതല്ല. ട്രംപ് വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. താൻ പരാജയപ്പെട്ടില്ല, വിജയിക്കും. ബാക്കി കൂടി എണ്ണിക്കഴിയുമ്പോൾ ഇതിനകം എണ്ണിക്കഴിഞ്ഞത് വെച്ച് തന്നെ താൻ ജയിച്ചു. പക്ഷേ ഇപ്പോൾ എവിടെന്നോ കുറെ ബാലറ്റ് കൊണ്ടുവന്നിട്ടിട്ട് ഡംപ് ചെയ്തിട്ട് വീണ്ടും എണ്ണുകയാണ്, സ്റ്റോപ്പ് ചെയ്യൂ എന്നാണ് അദ്ദേഹം കോടതിയോട് പറഞ്ഞു. ജോർജിയ കോടതി പറഞ്ഞു പോയി പണി നോക്കാൻ, തള്ളിക്കളഞ്ഞു. മറ്റു 2 കോടതിയിലുണ്ട്, സുപ്രീം കോടതിയിലുണ്ട്. അവിടെയൊക്കെ കേസ് കൊടുത്തുകൊണ്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ജോ ബൈഡൻ ഇതിനിടയിൽ പറയുന്നു,
ഞാൻ ജയിച്ചു എന്ന് അവകാശപ്പെടുന്നില്ല, പക്ഷേ ജയിക്കും. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എണ്ണിക്കഴിയട്ടെ, എണ്ണട്ടെ. വൈറ്റ് ഹൗസിലേക്ക് പോകും, അധികാരം ഏറ്റെടുക്കും. അതിനുവേണ്ടിയുള്ള ട്രാൻസിഷന് വേണ്ടി വെബ്സൈറ്റ് അടക്കം ഉണ്ടാക്കി ടീമിനെ സജ്ജമാക്കിയിട്ടുണ്ട്. ജോ ബൈഡൻ പറയുന്നു, ഇന്ത്യ എങ്ങനെ സ്വീകരിക്കും, ഗൾഫ് എങ്ങനെ സ്വീകരിക്കും. UAE, ബഹ്റൈൻ അടക്കമുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് ട്രംപ് പ്രിയപ്പെട്ടതായി മാറുകയും ഇസ്രയേലുമായിട്ടുള്ള പുതിയ ബന്ധമുണ്ടാക്കാൻ വേണ്ടി ട്രംപ് ഇടപെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ ബാന്ധവം ഉണ്ടായി വരികയായിരുന്നു. എന്നാൽ ഇന്ത്യയുമായിട്ട് നോക്കിയാൽ ട്രംപ് ഉണ്ടാക്കിയ നല്ല ബന്ധം ജോ ബൈഡൻ ഉണ്ടാക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം ട്രംപ് തന്നെ പറയുന്നു, ഈ ജോ ബൈഡൻ ചൈനീസ് വൈറസിനെ ആരാധിച്ച് നടക്കുന്ന, ചൈനക്കാരെ കൂട്ടുപിടിച്ച് നടക്കുന്ന കക്ഷിയാണെന്നാണ്. അതുകൊണ്ട് ഇന്ത്യയും ചൈനയും നല്ല വശത്തിലല്ലാത്തത് കൊണ്ട് ജോ ബൈഡൻ വന്ന് ചൈനയുമായി കൂടുതൽ ചങ്ങാത്തം ഉണ്ടാക്കിയാൽ ഇന്ത്യക്ക് അസ്വാരസ്യം ഉണ്ടാകും എന്ന കണക്കുകൂട്ടലിൽ ചാനലായ ചാനലുകളൊക്കെയും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ജോ ബൈഡൻ വൈറ്റ് ഹൌസിന്റെ അധികാരിയായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ലാത്ത വിധം ഇപ്പോൾ മുന്നോട്ട് പോകുന്നു. വലിയ അട്ടിമറികൾ നടന്നിട്ടില്ലെങ്കിൽ 46 സ്റ്റേറ്റിലെ വോട്ടെണ്ണൽ ഏതാണ്ട് പൂർത്തിയായെന്ന ഘട്ടത്തിൽ വരുമ്പോൾ സൂചന അനുസരിച്ച് ജോ ബൈഡൻ പ്രസിഡന്റ് പദവിയിൽ എത്തിച്ചേരും എന്നാണ് പറയുന്നത്. പക്ഷേ തെരുവുകൾ യുദ്ധസമാനം. ട്രംപിന്റെ അനുകൂലികളും ജോ ബൈഡന്റെ അനുകൂലികളും തമ്മിൽ റോഡിൽ ഏറ്റുമുട്ടുകയാണ്. എണ്ണണമെന്നും എണ്ണണ്ടെന്നും പറഞ്ഞുകൊണ്ടുള്ള നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കണ്ടുവരുന്ന അതേ രൂപത്തിൽ, അതിൻ്റെ അപ്പുറമുള്ള രൂപത്തിലാണ് ഈ ഒരുപാട് ബോധ നിലവാരത്തിൽ ഉയർന്നിൽക്കുന്നെന്നും സാമ്പത്തികമായി ഉയർന്നിൽക്കുന്നെന്നും ഒക്കെ കരുതപ്പെടുന്ന നമ്മുടെയൊക്കെ GDPയുടെ എത്രയോ ഇരട്ടി GDP ഉള്ള ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി എന്ന് പറയുന്ന ആളുകൾ റോഡിൽ കിടന്ന് രണ്ടുപേർക്കും വേണ്ടി പോരടിക്കുന്നു എന്ന കഥ കൂടി നമ്മൾ അറിയണം. സുപ്രീം കോടതി എന്ത് പറയുന്നു നോക്കട്ടെ. ഇന്ന് UAEയിൽ നടന്ന IPL മത്സരത്തിൽ സെമി ഫൈനലിൽ ഡൽഹിയെ തോൽപ്പിച്ച് 57 റൺസിന് തോൽപ്പിച്ച് മുംബൈ ഫൈനലിൽ എത്തിയിട്ടുണ്ട്. ഇത് 6ാമത്തെ തവണയാണ് മുംബൈ ഫൈനലിൽ എത്തുന്നത്. ഒരു വലിയ കാര്യം പറയാം. റാപ്പിഡ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് ഫാർമസികൾക്ക് ബഹ്റൈനിൽ അനുവാദം കൊടുത്തല്ലോ. ഇത് വിൽക്കാൻ വേണ്ടി, ടെസ്റ്റ് നടത്താൻ വേണ്ടി 4 BD. പക്ഷെ ചില ഫാർമസികൾ 25 ചേർത്തിട്ടുള്ള സെറ്റേ തരൂ, കൊണ്ടുപോവാ 100 BD എന്ന് പറയുന്നത് മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇനി അങ്ങനെ വിൽക്കണോ, ലൂസാക്കി ഓരോന്ന് വിൽക്കണോ? എന്തിനാണ് നമ്മുടെ വീട്ടിൽ 25 കൊണ്ടുവയ്ക്കുന്നത് ഇത്രയും വലിയ കാശും കൊടുത്തിട്ട്? അപ്പോൾ അതൊരു ചോദ്യമായിട്ട് വരുന്നു. 15 മിനിറ്റ് കൊണ്ട് അറിയാൻ പറ്റും റിസൾട്ട്. 93% കൃത്യതയുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് ഡിമാൻഡ് കൂടും. ഫാർമസികൾ മുതലാക്കാൻ ശ്രമിക്കുകയാണോ എന്ന സംശയം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ബന്ധപ്പെട്ട മന്ത്രാലയത്തിലൊക്കെ വിളിച്ച് ചോദിച്ചിട്ട്, പല നമ്പറുകളും നമ്മൾ തന്നിട്ടുണ്ടല്ലോ, അതൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് എത്ര എണ്ണം വാങ്ങണം, മിനിമം നിർബന്ധമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വേണം വാങ്ങാനെന്ന കാര്യം ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. അടുത്ത ബഡ്ജറ്റിൽ ബഹ്റൈൻ വരെ പറയുന്നു ചിലവിന്റെ ഭാഗം ഒന്ന് കുറയ്ക്കും എന്ന് സൂചന പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ പോക്കറ്റിൽ നിന്നും ചിലവിന്റെ കാര്യം ഒന്ന് കുറയ്ക്കുന്നതിൽ തെറ്റുണ്ടോ എന്നൊന്ന് ആലോചിക്കുക. UAE മാർക്കറ്റുകളിൽ നിന്ന് പിൻവലിച്ച മെറ്റ്ഫോമിൻ എന്ന് പറയുന്ന ഡയബറ്റീസ് മരുന്ന് ബഹ്റൈനും വെക്കാൻ സമ്മതിക്കില്ല. ബഹ്റൈൻ വെച്ച ഫാർമസികളിൽ നിന്ന് എടുത്തു മാറ്റാൻ പറഞ്ഞു. രജിസ്ട്രേഷൻ ഇവിടെ കിട്ടിയിട്ടില്ല, എടുത്തുകൊണ്ട് കൊടുക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്. UAE വെക്കേണ്ടാൻ തീരുമാനിച്ച മരുന്നാണ്, ഞങ്ങൾക്കും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഹവാല ഇടപാട് നടത്തി പിടിക്കപ്പെട്ട കുറേ ഇറാനിയൻ ബാങ്ക് ഉദ്യോഗസ്ഥരുണ്ട്. ഫ്യൂച്ചർ ബാങ്കും സെൻട്രൽ ബാങ്ക് ഓഫ് ഇറാനും ഇങ്ങനെയൊക്കെയുള്ള ബാങ്കുകളെല്ലാം, ആ ജീവനക്കാരെല്ലാം ജയിലിലായിരിക്കുന്നു. 5 വർഷം തടവ്, 1 മില്യൺ ബഹ്റൈൻ ദിനാർ വീതം പിഴയും അവർക്ക് അടിച്ചിരിക്കുകയാണ്. ബഹ്റൈന്റെ റീറ്റെയിൽ മേഖല 2021 പകുതിയോടെ മാത്രമേ പഴയ രൂപത്തിലേക്ക് എത്തൂ എന്നാണ് ഒരു കണക്ക് പറയുന്നത്. റീറ്റെയിൽ മേഖല ലോകം മുഴുവനും പ്രശ്നത്തിലായല്ലോ, എല്ലാ മേഖലയും. ആ കൂട്ടത്തിൽ റീറ്റെയിൽ കുറച്ചൊക്കെ മെച്ചപ്പെട്ട് ഇങ്ങനെ വരികയാണെങ്കിലും 2021 ആകും എന്ന് പറയുകയാണ്. അബു നേമത്തിന്റെ കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. അബു നിമാത്ത്.comന്റെ കാര്യം ഓർമ്മിപ്പിക്കുന്നു. വാട്ടർ പ്യൂരിഫയർ 50-55 ബഹ്റൈൻ ദിനാറിന്റെ ആ മെഷീൻ നിങ്ങൾക്ക് സമ്മാനമായി നാളെ കിട്ടാൻ പോവുകയാണ്. വെബ്സൈറ്റിന്റെ ID എഴുതി നിങ്ങളുടെ പേരോടുകൂടി ഇപ്പോൾ തന്നെ ബഹ്റൈൻ വാർത്തയുടെ ഈ കമന്റ് ബോക്സിൽ ഇടൂ. ഒരു വലിയ കാണപ്പെട്ടൊരു സമ്മാനം നിങ്ങൾക്ക് കിട്ടുകയാണ്. ഓർമ്മിപ്പിക്കുന്നു. ലോക നാടക വാർത്തകൾ LNV അതൊരു പുരസ്കാരം നൽകുകയാണ്. ഒരുപാട് പേർക്ക് പുരസ്കാരം കൊടുക്കുകയാണ്. നാടകവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നാടക സമിതികൾ, സംവിധായകർ, രചയിതാക്കൾ, പാട്ടെഴുത്തുകാർ, അതിൽ ദീപ സംവിധാനം നിർവഹിക്കുന്നവർ, അങ്ങനെയുള്ള കലാകാരന്മാരെ ആദരിക്കാൻ വേണ്ടിയുള്ള വലിയ അവാർഡ് നൈറ്റ് നടത്താൻ പോവുകയാണ്. അതിലെങ്ങനെ അപേക്ഷിക്കണം? 3923 45 35.
3923 45 35 നമ്പറിൽ വിളിച്ചാൽ വിശദവിവരങ്ങൾ കിട്ടും. OICCയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ബഹ്റിനിലെ MP ആയ സൈനബ് അബ്ദുൽ അമീറുമായി സംസാരിച്ചു. യാത്രാ പ്രശ്നമടക്കമുള്ള ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്തു. അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് MP ഇടപെടാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ സ്കൂൾ ബഹ്റിൻ 6 മുതൽ 10 വരെ ക്ലാസ്സുകളിലുള്ള കുട്ടികളെ വെച്ചുകൊണ്ട് അവരവരെ വീടുകളിൽ തന്നെ ഇരുത്തിയിട്ട് മത്സരങ്ങൾ ഒരുപാട് സംഘടിപ്പിച്ചു. വെർച്വലായിട്ട് കേരള പിറവി ദിനവുമായി ബന്ധപ്പെട്ട് 5-6 ദിവസം കാര്യക്ഷമമായിട്ട് നടത്തിയ പ്രസംഗ മത്സരം, പദ്യപാരായണം, പാട്ട് എല്ലാം ചേർന്നുള്ള മത്സരങ്ങളാണ് നടത്തിയതെന്നും അറിയിപ്പിൽ പറയുന്നു. അധ്യാപകരും സജീവമായി പങ്കെടുത്തു. അന്താരാഷ്ട്ര തലത്തിലെ കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കണക്ക് പറഞ്ഞോട്ടെ. ഇന്നലത്തെ കാര്യം, അതായത് ഇതുവരെ കോവിഡിന്റെ ചരിത്രം നമ്മുടെ മുന്നിലുള്ളപ്പോൾ 1 വർഷത്തോളമായി നിൽക്കുന്ന ഈ കോവിഡ് ചരിത്രത്തിൽ ഏറ്റവും കൂടിയ മരണസംഖ്യ രേഖപ്പെടുത്തിയത് ഇന്നലെയാണ്. നവംബർ 4-ാം തീയതി 9057. കേസുകളുടെ കാര്യത്തിൽ 5,74,000 പരം. കേസും മുന്നോട്ട് പോകുന്നു, രോഗബാധയും മുന്നോട്ട് പോകുന്നു, മരണവും മുന്നോട്ട് പോകുന്നു. റെക്കോർഡ് മരണ നമ്പറും രേഖപ്പെടുത്തപ്പെട്ടു ഇന്നലെ എന്നറിയുമ്പോൾ ഈ രോഗം വിട്ടുപോയിട്ടില്ല ലോകത്തു നിന്ന് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. സൗദിയിൽ 18 മരണം, UAE-യിൽ 3 മരണം, ഒമാനിൽ 11, കുവൈറ്റിൽ 5, ഖത്തറിൽ മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ബഹ്റിനിൽ 1 മരിച്ചു എന്ന് നേരത്തെ ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അല്പം നല്ല പ്രായമുള്ളൊരു സ്വദേശിയാണ് മരണമടഞ്ഞത് എന്ന കാര്യമാണ്. 88 വയസ്സുള്ള സ്വദേശിയാണ് മരിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. പ്രായം കൂടുന്തോറും മരണസാധ്യത കൂടുകയാണ് എന്നാണ് ആഗോള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിൽ രോഗബാധ കുറയുന്നുണ്ട്. 46,000 641 മരണം. ഇതുവരെ 1.25 ലക്ഷത്തോളം ആളുകൾ മരിച്ചുപോയി. ആഗോളാടിസ്ഥാനത്തിൽ 12,36,000 ആളുകൾ മരിച്ചു. 89,000 ആളുകൾ സീരിയസ് ആയി കഴിയുകയാണ്. ഇന്ന് മാത്രം ഇതുവരെ ബഹ്റിൻ സമയം 10 മണി എന്ന് പറയുന്ന സമയത്തുള്ള അപ്ഡേറ്റ് വരുമ്പോൾ ഇന്നത്തെ മരണസംഖ്യ 6,167 കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നലത്തെ 9,057 കടത്തിവെട്ടി പോകുന്ന കണക്കിലേക്കാണോ ഇനിയും ലോകത്തെ കൊണ്ടുപോകുന്നത് എന്നറിയാൻ വയ്യ. ആ രോഗബാധയിൽ നിന്ന് മാറി നിൽക്കാനുള്ള ആശംസകളോടെയാണ് ബഹ്റിൻ വാർത്തയുടെ നവംബർ 5 ഈ ഒരു നൈറ്റ് അപ്ഡേറ്റ്സ് ലൈവ് സമാപിക്കുന്നത്. മറന്നു പോകണ്ട. abunimath.com സന്ദർശിക്കണം. abunimath.com എന്ന് നിങ്ങൾ എഴുതണം. വെബ്സൈറ്റ് ID എഴുതണം. നിങ്ങൾക്കൊരു 50 ബഹ്റിൻ ദിനാറിൻ്റെ ഒരു വാട്ടർ പ്യൂരിഫയർ വീട്ടിൽ സമ്മാനമായി കിട്ടും. പിന്നെ എവിടെയും സർവീസ് കൊടുക്കുന്ന കമ്പനിയാണിതെന്ന് ഓർമ്മിക്കുക. അബുനിമാത്ത് എന്ന് പറയുന്ന വാട്ടർ ടെക്നോളജി കമ്പനി. എല്ലാവർക്കും നല്ലത് വരട്ടെ. നല്ലൊരു വാരാന്ത്യമാകട്ടെ. നന്ദി.